IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് IB സിലബസ് എന്താണെന്ന് സാറിനറിയാം. IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. സത്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുക. ഇത് ഒരു പരിധി വരെ ഞാൻ യോജിക്കുന്നു കേട്ടോ. കിഴങ്ങന്മാർ എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ധൈര്യം ആ പാവ മനുഷ്യനെ മുമ്പിലിരുത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നുള്ളത്. അത് വല്ലാത്തൊരു ധൈര്യമാണ്. പക്ഷേ ഈ പറയുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഞാൻ ഒരു വീഡിയോയിൽ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത വിഷയമായിരുന്നു. എന്തായിരുന്നു? MG യൂണിവേഴ്സിറ്റിക്കാണ് ഇന്ത്യയിൽ ഓൺലൈൻ അപ്രൂവൽ, അതായത് ഓൺലൈൻ ഡിഗ്രി PG പ്രൊവൈഡ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് പത്രത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ചെറിയൊരു കോളത്തിലെ ഇവർ അവയർനെസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കിഴങ്ങന്മാരെന്നല്ല, അതെന്താ പറയേണ്ടത്? എന്നിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ കേരളം പോകുന്നുള്ളത് എപ്പോഴും ഒരു 20 വർഷം പിന്നിലോട്ടേക്കാണ് പോകുന്നുള്ളത്. പിന്നെ കിഴങ്ങന്മാരെന്നല്ല, അതെന്താ പറയേണ്ടത്? ഇദ്ദേഹം പറഞ്ഞാൽ എന്താ ഇപ്പോൾ വ്യത്യാസമുള്ളത്? അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത്രയും പേര് കിട്ടിയിട്ടും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടും ദേ ആർ നോട്ട് അറ്റ് ഓൾ സപ്പോർട്ട്. അവർക്കത് വേണ്ട. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണോ? ഇത് മാക്സിമം നമുക്ക് തരേണ്ടതല്ലേ? നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റണ്ടേ? ഇത് നമ്മളുടെ അവകാശമല്ലേ? അപ്പോൾ അത് നമുക്ക് കിട്ടണമല്ലോ. അപ്പം ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് സത്യം.